കുരിച്ചനാണ് വെട്ടിക്കിരി പട്ടിക്കിട്ട് കൊടുക്കുന്നത്. ഞാൻ പച്ച മലയാളത്തിൽ ഒരു കച്ചവടമായിട്ട് നിങ്ങൾക്ക് വന്നേക്കരുത്. ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണ്. നിങ്ങൾ ഇവിടെ നിന്നാ മതി. ഫ്യൂസേ ആൾക്ക് 3 വെച്ച് കിട്ടി. ഇനി ഏതാണ് പലക ഏതാണെന്ന് മനസ്സിലാകരുത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാമി, നിന്റെ അലമ്പും കച്ചറും മാറ്റി വെക്കാൻ പറ്റുന്നെങ്കിൽ മാത്രം പണിക്കെന്നാ മതി. നിനക്കൊക്കെ ചെലവുക മാത്രമേ ഉള്ളൂ, വരവുക ഇല്ലല്ലോ. കൊച്ചിക്കാർ തിന്നേണ്ട തിരുക ദില്ലിക്കാർ തിന്നുന്ന ഈ നാട്ടുകാർക്ക് തന്നെ കൊണ്ടുവന്നു. ടെൻഷൻ ആവാണ്ടിരിക്കുക, എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ചേട്ടൻ 10-30 കൊല്ലമായിട്ട് അഞ്ഞൂറ്റിക്കാരെ പണിയാൻ ബോംബെയിൽ ഒരു ബ്രഹ്മാസ്ത്ര സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇനി ഇറക്ക്. ബോംബെന്ന് രാജമ്മ വരാൻ സമയമായി. എൻ്റെ പേര് രാജമാധവൻ നായർ. മരിച്ച മാധവൻ്റെ മകൻ. മരിച്ചതല്ലല്ലേ, കൊന്നതല്ലേ? ആ കേസ് ഞാൻ തീർപ്പാക്കിയതാണല്ല. ആ കോളനിക്കാരെ മാറ്റിയിട്ട് തൽക്കാലം സ്റ്റാറാണ്. ആ വാഴങ്ങ് വെട്ടിയതേ കൊല താനേ ചാഞ്ഞോളൂ. ബോംബെക്കാർ ജാവോന്ന് പറയും. ജാവോ ഈ അന്നാമ ചിരി എന്റെ കൊച്ചിനെ കോച്ചിന് രാജിട്ടോട്ട് ഇവരൊക്കെ എന്താ പറയണേ? പണ്ട് പള്ളിക്കകത്ത് കച്ചവടം നടത്തിയന്മാരെ ചാട്ടവാറിനടിച്ചാകർത്ത അവൻ പറഞ്ഞതിന് വല്ല സത്യമുണ്ടെങ്കിൽ അവൻ നിന്നേക്ക് തീർന്നു. നീ അവനെ കൊണ്ട് അത് സാധിച്ചില്ല, ഞാൻ നിന്നേക്ക് തീർന്നു. ഈ സംശയങ്ങളൊക്കെ പൈലിച്ചേട്ടായുടെ അലിക്കാടും കുഴിയിൽ മണ്ണ് വാരിയിടുന്നതിന് മുമ്പെങ്കിലും നിങ്ങളൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ കുടുംബത്തിൽ ഒരാളുടെ എണ്ണം കുറച്ചാൽ മതിയായിരുന്നു. കുറക്കേണ്ടവരുടെ എണ്ണം കൂടും. ശരിക്കും നിങ്ങളുടെ പ്രശ്നം അജാസാണോ അതോ മൈക്കിളാണോ? താളികളെ എൻ്റെ അടുത്തെങ്ങാനും താളിക്കാൻ വന്ന പ്രാന്തം കുരിച്ചനാണ് വെട്ടിക്കിരി പട്ടിക്കിട്ട് കൊടുക്കുക. ഞാൻ താൻ ഈ ഡി കമ്പനി എന്ന് കേട്ടിട്ടുണ്ട്? ബഡാരാജൻ ചോട്ടാരാജൻ എന്ന് കേട്ടിട്ടുണ്ട്? അതിലെ ബഡാരാജനാണ് ഇവൻ, രാജൻ മാധവൻ നായർ, മൈക്കിളിൻ്റെ അന്തിക്രിസ്തു. അക്ഷരം വേണ്ടി അർത്ഥനാണ് ഞാൻ നോക്കൂല, അടിച്ച് കാരണം പൊട്ടിക്കും. എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. कोचेरी राजम्मान शौक नहीं होने का। बॉम्बे से भाई का ही ऑर्डर है, बोले अभी बॉम्बे में एक ही राजन मांगता करके।